കൂടാളി സ്വദേശി മനോഹരനും കുടുംബവും. ജപ്പാനിലെ ഒക്കിനാവോ കേന്ദ്രീകരിച്ചുള്ള ഉജുറിയോ കരാത്തയുടെ കൂടാളിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആസ്ഥാനത്തിലെ ചീഫ് ഇൻസ്ട്രക്ടറാണ് മനോഹരൻ. ഇയാളുടെ 2 മക്കളും ഇവിടെ കരാട്ടെ പരിശീലകരാണ്. കണ്ണൂർ കൂടാളിയിൽ കരാത്തെ പരിശീലനം ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ആദ്യ പാഠങ്ങൾ പരിശീലിച്ച മനോഹരൻ 1997 ജപ്പാനിലെ ഒക്കിനാവയിൽ പോവുകയും ഉച്ചിറിയോയിലും ആയോധനമുറയായ കൊബുഡോയിലും 5 ബ്ലാക്ക് ബെൽറ്റ് ബിരുദങ്ങൾ വീതം സ്വന്തമാക്കുകയും ചെയ്തു. 1997 കൂടാളിയിൽ ആരംഭിച്ച ഫിസിക്കൽ ആൻഡ് സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് കരാത്തെ അഭ്യസിച്ചത്. കരാത്തെ പരിശീലനം പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ റഫറി കൂടിയായ മനോഹരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കരാത്തെ പരിശീലിക്കുന്ന മനുഷ്യരിൽ ഏതൊരു പ്രശ്നത്തെയും വ്യക്തിപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, കുടുംബപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മളെ മറ്റ് സാമൂഹികമായ പ്രശ്നങ്ങളായിക്കോട്ടെ, അത്തരം പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ കരാത്തെ പരിശീലിക്കുമ്പോഴുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികളെ കരാത്തെ പഠിക്കുക പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യം. ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളാണ് ഇന്ന് കരാത്തെ പഠിക്കുന്നത്. മക്കളായ രോഹിത് 2 വയസ്സ് മുതലും ഹരിത 3 വയസ്സ് മുതലും കരാത്തെ അഭ്യസിക്കുന്നുണ്ട്. ഇരുവരും യഥാക്രമം 10, 9 എന്നീ ക്ലാസുകളിൽ പഠിക്കുന്നു. കരാത്തയിലും കൊബുഡോയിലും 2 വീതം ബ്ലാക്ക് ബെൽറ്റ് ബിരുദങ്ങൾ സ്വന്തമാക്കിയ രോഹിത്തിന് ഇന്റർനാഷണൽ കോമ്പറ്റീറ്റർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലിസ്റ്റാണ് ഹരിത. മനോഹരന്റെ ഭാര്യ റോജയും കരാത്തെ അഭ്യസിച്ചു വരുന്നു. ഹിന്ദ് ന്യൂസ് കണ്ണൂർ. സ്വത്ത് രാഷ്ട്രീയം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിടിമുറുക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ടി ശാസ്ത്രവാദം അഭിപ്രായപ്പെട്ടു. ചിന്തകളെയും വസ്ത്രധാരണത്തെയും പോലും സ്വത്ത് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നുണ്ട്. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടി